ഇതൊരു ഊട് വഴിയാണ്. ഊട് വഴി എന്ന് പറഞ്ഞാൽ കുഞ്ഞു വഴി, കുഞ്ഞു വഴി. ഇതുവഴി ഇങ്ങനെ നമ്മൾ പോയി ഒരു അത്യാവശ്യം തിരക്കുള്ള റോഡിലോട്ടാണ് ഇറങ്ങുന്നത്. ഇത് കണ്ടോണം, അത്യാവശ്യം വണ്ടികൾ പോകുന്ന വഴി. ഭയങ്കര വലിയ റോഡൊന്നുമല്ല, മെയിൻ റോഡൊന്നുമല്ല. അപ്പം നമ്മളിങ്ങനെ ഇറങ്ങാൻ നേരത്ത് ഇവിടെ ഒരു സാധനം കാണത്തില്ലല്ലോ, അവർക്ക് ഒട്ടും കാണത്തില്ല. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വഴി മനസ്സിലാവും. ഇങ്ങനത്തെ വഴികൾ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് എടുത്ത് പുറത്തൊന്നും കാണിക്കുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ കണ്ട് ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. ഇതെല്ലായിടത്തും ഉണ്ട്, പല വളവിനും കാണാം. വളരെ യൂസ്ഫുൾ ആണ്. അതുവഴി നോക്കിയിട്ട് എടുക്കണം. അപ്പോൾ അപകടങ്ങൾ കുറയും, അപകടങ്ങൾ ഉണ്ടാകത്തില്ല. അതുകൊണ്ടൊരു ഹെൽപ്ഫുൾ സാധനമാണിത്. കണ്ടോണം. ഇപ്പോൾ ഈ വണ്ടി എടുക്കാൻ നേരത്തെ അയ്യോ വണ്ടി വന്നു, വേണ്ട ഇടിക്കും. ഞാൻ വീണ്ടും ഇങ്ങനെ മുന്നോട്ട് ഇറക്കി. ഇവിടെ വരെ എനിക്ക് കാണത്തില്ല കേട്ടോ, ഇത് ഭയങ്കര ബ്ലൈൻഡ് സ്പോട്ടാണ് ഇത്. ഇതാണേ, ഇവിടെ നിന്ന് ഒരു കാരണവശാലും നമുക്ക് എത്തി നോക്കിയാൽ പോലും കാണത്തില്ല. ഇനിയും നോക്കി ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ കാണിക്കാം. ഇതാണേ, ആള് പോയി. ഇങ്ങനെ ഇറങ്ങി ഇവിടെ വരെ വന്നാൽ അവർ കാണും, കണ്ടോ. പക്ഷെ എന്നാൽ പോലും ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല. നിർത്തിയിട്ടേക്കാന്ന് വിചാരിക്കും. നമുക്ക് കണ്ട് ഇപ്പം കണ്ട ഒരു കാര്യം കാണിക്കാം. വരുന്ന വണ്ടിക്കിട്ട് അയ്യോ മിസ്സായി. അടുത്തവനെ ഇടിച്ചിടാം, വെയിറ്റ്. ഇവരുടെ ഒറ്റ ഒരെണ്ണം ഒന്ന് റേസ് ചെയ്ത് ഇടിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ആളെ ഇടിച്ചിടാൻ പറ്റും. അപ്പോൾ ഈ സാധനം കൊണ്ട് പ്രയോജനമുണ്ട്. പക്ഷെ ഉണ്ടല്ലോ, വേണമെങ്കിൽ ഇതേപോലൊരു ഇടവഴി നിന്നാൽ നമ്മളീ പറയുന്ന പോലെ ഡ്രൈവറെ വേറൊരാളുടെ സഹായം ഇല്ലാതെ, അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ ഒരാളെ വണ്ടി ഇടിച്ചിടണം, ഇങ്ങനത്തെ ഒരു വഴി നിന്നുകൊണ്ട് ഇടിക്കുക എന്ന് പറഞ്ഞാൽ ഈ സാധനം ഇല്ലെങ്കിൽ വേറൊരാളുടെ സഹായം വേണ്ടി വരും. ഒരുത്തിന് അവിടെ നിന്ന് കാണിക്കുക എടുത്തോ എന്ന് പറയുമ്പോൾ അതിന് കറക്റ്റായിട്ട് ആക്യുറസി കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇതിനകത്ത് അത്യാവശ്യം ആക്യുറസി കിട്ടും. ഇപ്പോൾ 2 അറ്റംപ്റ്റ് അല്ലെങ്കിൽ 3 അറ്റംപ്റ്റ് കൊണ്ട് ഒറ്റയ്ക്കായതുകൊണ്ട് 2-3 എടുത്താൽ വേണേ ഒരാളെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് ആ വണ്ടി വരുന്ന ടൈം ആ സ്കൂട്ടറൊക്കെ ഐഡന്റിഫൈ ചെയ്ത് സാധനം അടിക്കാൻ പറ്റും. ഇതുകൊണ്ട് പ്രയോജനമാണ് കൂടുതൽ. പക്ഷെ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം എന്ന് ഞാൻ പറയുവാണ്. അപ്പോൾ ഇപ്പം കണ്ടില്ലേ, ആ ഡ്രൈവർക്ക് തന്നെ ചെയ്യാവുന്ന കേസുകൾ ഇങ്ങനെ നോക്കുന്നു. ഒറ്റ എടുപ്പെടുത്താണ്ടല്ലോ, എവിടെയെങ്കിലും അടിച്ച് തെറിച്ച് നല്ല സ്പീഡിലും ഇതുവഴി വണ്ടി പോകുന്നത്. ഇതുപോലത്തെ റോഡ് കാണത്തില്ല നമ്മുടെ നാട്ടിൽ. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഇതിനുള്ള എന്താ ഇവിടെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ നാട്ടിൽ പാടാ. കാരണം ഈ സാധനം മാത്രം പോരാ അതിന്. ഇതുപോലത്തെ റോഡ് ഇവിടെ ഉണ്ടെന്നുള്ളതിന് സൈൻ ബോർഡ് വേണം. പിന്നെ ഈ ഓരോ ഇടയിലും സ്പീഡ് ബ്രേക്കർ വേണം. ഇതുപോലത്തെ ഊടുവഴിയുടെ അവിടെ കൊണ്ട് മെയിൻ റോഡിൽ സ്പീഡ് ബ്രേക്കർ വെച്ചാൽ എങ്ങനെ ഇരിക്കും? സത്യത്തിൽ ഈ നാട്ടില് ഓരോ റോഡിന്റെയും സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇത്തിരി റോഡുകൾ ഉണ്ടെങ്കിൽ അത് ലിമിറ്റ് ചെയ്യണം. കാരണം ഇതുപോലത്തെ ഒരു ഇടി ഇടിച്ചെന്ന് വിചാരിക്കുക, ചിലപ്പോൾ ജീവൻ രക്ഷിക്കാൻ പറ്റും. ഇതുപോലെ സ്പീഡിൽ വരുന്ന സ്ഥലത്തുണ്ടല്ലോ, ഒരു ഇടിയും കൂടെ കിട്ടിയാൽ ചിലപ്പോൾ ആൾക്കാർ തട്ടിപ്പോവും, അല്ലാതെ വേറൊന്നും സംഭവിക്കത്തില്ല. സ്പീഡ് ബ്രേക്കർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ കാര്യമുണ്ട്, ഇത് കണ്ടാലും നമുക്ക് ഈ ഇടി വരുന്നതിന് മുമ്പ് ഇത് മനസ്സിലായോ? അല്ലെങ്കിൽ അയാൾ കണ്ട സ്പീഡ് കുറച്ചാ വരുന്നെങ്കിൽ അവിടെ വെച്ചൊരു സ്പീഡ് ബ്രേക്കർ ഉണ്ട്, അയാൾ നിർത്തി നോക്കുമ്പോഴത്തേക്കിന് ഇവിടുന്ന് ചാടി ഇടിക്കാൻ വലിയ പാടാ, അല്ലാതെ പറ്റത്തില്ല. ഉണ്ടോ, ഇങ്ങനെ പതുക്കെ വന്ന് ഇടിക്കാൻ കിടത്തില്ല. ഇടിക്കാൻ പറ്റും, പക്ഷെ അപ്പോഴും ഈ റോഡിൽ നിന്ന് ഇത്ര സ്പീഡിൽ വന്ന് ഇടിക്കുമ്പോൾ അതിനൊരു ദുരൂഹത ഫീൽ ചെയ്യും. മനസ്സിലായല്ലേ? അത്രയും ചെറിയ റോഡിൽ നിന്ന് എന്തിനാണ് അത്ര സ്പീഡിൽ വന്നതെന്നെങ്കിലും വിചാരിക്കും. അവിടെ അങ്ങനെ ഇടിക്കാൻ മറ്റവനും അവിടെയും ബ്രേക്കർ വെച്ചേക്കുവാണല്ലോ. എല്ലാ റോഡിനും ഇതുപോലത്തെ സ്ഥലങ്ങൾ വരുമ്പോൾ അവിടെ സ്പീഡ് ബ്രേക്കേഴ്സ് നിർബന്ധമായിട്ട് വെക്കണം. അതല്ലെങ്കിൽ ഒരാൾക്ക് ഇത് മിസ്യൂസ് ചെയ്യാൻ പറ്റും. നല്ലപോലെ എല്ലാ വളവും മിസ്യൂസ് ചെയ്യാൻ പറ്റും. പലയിടത്തും നമ്മൾ ആൾക്കാരെ വണ്ടി ഇടിപ്പിച്ചിടുക പരിപാടി നടക്കുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ റോഡ് സിസ്റ്റം വളരെ നല്ലതാണെങ്കിൽ ചിലപ്പോ എന്താ പറയാ, കുറെയൊക്കെ പ്ലാൻ ചെയ്താൽ പോലും പിടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ആ പ്രത്യേക സ്ഥലത്ത് എന്തുകൊണ്ട് ആ സ്പീഡ് എടുത്തു, അല്ല അതത്ര സ്വാഭാവികമല്ല, എന്തോ ഒരു ദുരൂഹതയുണ്ട് എന്നെങ്കിലും തോന്നിപ്പിക്കണ്ടേ, പിടിക്കപ്പെടാനുള്ള അവസരങ്ങൾ കൂട്ടണ്ടേ. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഈ ട്രാൻസ്പെറന്റ് ഗവേണൻസ് എന്നും ട്രാൻസ്പെറന്റ് ആയിട്ട് ഫണ്ട് റൈസിങ് ആൻഡ് ഫണ്ട് മാനേജ്മെന്റ് നടത്തുന്ന ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്നൊക്കെ പറയുന്ന ചാരിറ്റബിൾ ട്രസ്റ്റിനെ പറ്റിയൊക്കെ ആലോചിക്കാൻ പറ്റത്തുള്ളൂ. എല്ലാരും പറയുന്നത് ഇതെല്ലാം ട്രാൻസ്പെറന്റ് ആണെങ്കിൽ ട്രാൻസ്പെറൻസി നടക്കും.
ഇപ്പൊ എല്ലാ സ്ഥലത്തും CCTV അങ്ങ് ഇരിക്കുക, മോളിലാണ് CCTV എന്ന് വിചാരിക്കുക, എന്ത് നടന്നാലും കാണുമെന്ന് അങ്ങ് വിചാരിക്കുക. അപ്പൊ പകുതി പേരും ഒരുപാട് കാര്യങ്ങൾ കുറയ്ക്കും, കള്ളത്തരം കുറയ്ക്കും. ഇവിടെ പലതും ഉണ്ട് ശരിയാ, പക്ഷെ കുറെ കൂടെ ആക്കാനുണ്ട്. നമ്മുടെ ഇവിടുത്തെ സിഗ്നൽ ടൈമിങ് ഞാൻ പറഞ്ഞിട്ടില്ല, സിഗ്നലിന് പച്ച ചുമപ്പ് എത്തുന്ന ടൈമിങ് മാറ്റിയാലേ കാര്യം നടക്കത്തുള്ളൂ. ഇവിടുത്തെ ആൾക്കാരുടെ ബോധം വെച്ചിട്ടും സിവിക് സെൻസ് വെച്ചിട്ടും അവര് ചുമപ്പ് കത്തിയാലും നിക്കത്തില്ല, പച്ച കത്തുന്നതിന് ഇപ്പം വണ്ടി എടുക്കുക. അപ്പൊ ഈ നടുക്കത്തെ ഏരിയ കിടന്നൊരു കൺജഷൻ ഉണ്ടാവും. അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇത് തമ്മിലുള്ള ടൈമിങ് 10 സെക്കൻഡൊക്കെ കുറച്ച് വെക്കണം. അതായത് പച്ച കത്തുന്നതിന് 10 സെക്കൻഡ്, അതായത് റെഡിലോട്ട് എത്തുന്നതിന് ഓറഞ്ച് ഒരു 10 സെക്കൻഡ് കത്തി കിടക്കണം. അത് തന്നെ അതല്ല 5 അല്ല, റെഡ് അടിച്ചെന്ന് വിചാരിക്കുക. അപ്പൊ റെഡ് അടിച്ചു കഴിഞ്ഞാലും അപ്പുറത്തെ സിഗ്നൽ, അതായത് ഏത് സിഗ്നലാണ് ഓപ്പൺ ആവേണ്ടത് അത് 10 സെക്കൻഡ് കഴിഞ്ഞാൽ പച്ച അടിക്കാവും. എന്നാലേ ഇവര് പോയി കഴിയത്തുള്ളൂ. കാരണം റെഡ് കത്തിയാലും നിക്കത്തൊന്നുമില്ല, മനസ്സിലായി? യെല്ലോയിൽ റെഡ് പാസ് ചെയ്യത്തില്ലേ? അപ്പൊ തന്നെ മറ്റേ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് യെല്ലോ കാണിക്കുമ്പോൾ ആൾക്കാർ നിർത്തുന്നത് കൊണ്ട് ഇവിടെ റെഡ് അടിക്കാതെ തന്നെ അപ്പുറത്ത് ഗ്രീൻ അടിച്ചു കൊടുക്കും അവര്. ആ സെറ്റപ്പ് ഇവിടെ കൊണ്ട് വെച്ചിട്ട് കാര്യമില്ല, മനസ്സിലായി? അതാണ് വ്യത്യാസം.